ഹലോ ഗൈസ്, വെൽക്കം ടു DC ടെക്. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി പ്ലെയിൻ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഗൈസ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല നല്ല ഇനി നോക്കാം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ചെയ്യുള്ളൂ, അധികം വലിയതൊന്നുമല്ല, കുറച്ച് ചെറിയ വീഡിയോ. പുതിയ ഐഡിയാസ് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇനാക്റ്റീവ് ആവാൻ പാടില്ലല്ലോ, എപ്പോഴും വീഡിയോ ആക്റ്റീവ് ആയിരിക്കണ്ടേ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫസ്റ്റ് വീഡിയോസിന് 1K വ്യൂസിന് മേലെ കിട്ടി. അപ്പോൾ താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യണം. നിറയെ സബ്സ്ക്രൈബേഴ്സ് വേണം, സബ്സ്ക്രൈബേഴ്സ് നല്ല കുറവാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹോണർ കുറേ ഫോൺ ഇറക്കുന്നുണ്ട്. മുമ്പ് തന്നെ ഹോണറിൻ്റെ പല ഫോണും നല്ല ഹിറ്റ് ഫോണാണ്. പക്ഷെ ഇപ്പോൾ ഹോണറിൻ്റെ ഫോണൊന്നും അത്ര ഹിറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ പുതിയൊരു ഫോൺ ഇറക്കിയിട്ടുണ്ട്. December 10th ഇന്ത്യയിൽ ഒഫീഷ്യലി സെയിൽ തുടങ്ങും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഹോണർ 8Cൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ നോക്കാം നമുക്കിന്ന്. അതിൻ്റെ ഡിസ്പ്ലേ എന്താ വെച്ചാൽ 6.26 HD പ്ലസ് ഡിസ്പ്ലേ ആണ്. HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഗൈസ്. ഇതിൽ HD പ്ലസ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഫോണിലൊക്കെ ഒരുവിധം 12,000 രൂപേൻ്റെ ഫോണിലൊക്കെ ഫുൾ HD റെസൊല്യൂഷനാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ഈ ഫോണിൽ HD പ്ലസ് റെസൊല്യൂഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 632 ആണ്. സ്നാപ്ഡ്രാഗൺ 632. അപ്പോൾ വേൾഡിൽ തന്നെ ആദ്യമായിട്ട് സ്നാപ്ഡ്രാഗൺ 632 ആയി ഇറക്കുന്ന ഫോണാണ് നമ്മുടെ ഹോണർ 8C. പക്ഷേ നോച്ച് ഡിസ്പ്ലേ ടൈപ്പാണ്. ഈ ഫോണിൽ നോച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നോച്ച് പറഞ്ഞാൽ ഒരു ഫോണിൻ്റെ മേലെയായിട്ട് ക്യാമറയ്ക്ക് സ്പീക്കറിന് ഒരു കുറച്ച് ഭാഗം ഉണ്ടാകും ബ്ലാക്കിൽ, അതാണ് നോച്ച്. അപ്പോൾ ഈ ഫോണിൽ നോച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോച്ച് ഡിസ്പ്ലേയോടുള്ളൊരു ഫോണാണ്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 636ൻ്റെ തന്നെ പ്രൊസസ്സറുള്ള നല്ല നല്ല ഫോൺസ് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോണൊരു ഈ പ്രൊസസ്സർ ഡ്രോബാക്ക് ആവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റാം 4GB ഇറങ്ങുന്നത്. 4GB വേരിയൻറ്റിലാണ് ഈ ഫോണിൻ്റെ ഇറങ്ങുന്നത്. അതുപോലെ ഇൻ്റർണൽ 3264 രണ്ട് വേരിയൻറ്റിൽ ഇറങ്ങുന്നുണ്ട്. 3264 രണ്ട് വേരിയൻറ്റിൽ ഇറങ്ങുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ വെച്ചാൽ ഇപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് 8.1 ഓറിയോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റെഡ്മിയിലുള്ള പോലെ MIUI ആണ് റെഡ്മിയുടെ OS. പക്ഷേ ഇതിൽ അതേപോലെ EMUI ആണ്. EMUI 8.2 ആണ് ഇതിൽ വരുന്ന സോഫ്റ്റ്വെയർ. അതാണ് ആൻഡ്രോയിഡ് 8.1 ഓറിയോ. അതുപോലെ ഇതിൻ്റെ ബാക്ക് ക്യാമറ എന്താ വെച്ചാൽ 13 മെഗാ പിക്സലിൻ്റെയും മെയിൻ സെൻസറും ഒരു 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമായ ഡ്യുവൽ ക്യാമറയാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത്. ഫ്രണ്ട് ക്യാമറ എന്താ വെച്ചാൽ 8 മെഗാ പിക്സലിൻ്റെ സിംഗിൾ ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ബാറ്ററി ആണെങ്കിൽ 4000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ 4GB 32 ഇൻറ്റേർണൽ മെമ്മറി വരുന്ന ഫോണിൻ്റെ പ്രൈസ് 11,999 ആണ് വരുന്നത്. അതുപോലെ 64 വേരിയൻറ്റിൽ 12,999 ആണ് ഇതിൻ്റെ പ്രൈസായി വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഫോൺ അത്ര മോശമൊന്നുമില്ല, നല്ല ഫോൺ തന്നെയാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രൊസസ്സർ 636ൻ്റെ അത്ര 36 ആണ് ബെറ്റർ. അപ്പം നമ്മുടെ ASUS ZenFone Max Pro M1ൽ 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. ഇതിൽ 4000 ഉള്ള 5000 mAh ബാറ്ററിയും സ്നാപ്ഡ്രാഗൺ 636 ആണ് നമുക്ക് ZenFone Max Pro M1ൽ കിട്ടുന്നത്. പക്ഷെ അതിൻ്റെ പ്രൈസും ഇതിൻ്റെ പ്രൈസും ഒരുവിധം സെയിം റേഞ്ചിൽ തന്നെയാണ്. ZenFone Max Pro അല്ല, ഇതിനൊരു കോമ്പറ്റീഷനാണ്, ബിഗ് കോമ്പറ്റീഷനാണ്. അതുപോലെ തന്നെ December 11ന് ZenFone Max Pro M2 ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതും ഇതിനേക്കാൾ ബെറ്റർ ഫോണായിരിക്കും. അപ്പോൾ 8C അത്ര ഹിറ്റാവാൻ ചാൻസ് കുറവാണ്. അതുപോലെ Realme U1, റെഡ്മി, അതുപോലെ ഇപ്പോൾ ഇറങ്ങിയ Redmi Note 6 Pro ഒക്കെ ഇത് നല്ല കോമ്പറ്റീഷനായി വരുന്നുണ്ട്. Note 6 Pro ഇതിനേക്കാൾ എത്രയോ ബെറ്ററാണ്. ഇതിൻ്റെ പെർഫോമൻസ് എത്രയോ ബെറ്ററാണ്. ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് ആയാലും ശരി, പ്രൊസസ്സർ പെർഫോമൻസ് ആയാലും ശരി, 8Cനേക്കാൾ എത്രയോ ബെറ്ററാണ്. പക്ഷേ December 10th റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു വ്യൂ വെച്ചിട്ട് ഇതിനധികം ഡിമാൻഡ് ചാൻസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം ഹോണറിൻ്റെ ഫോൺ ഇപ്പോൾ കുറച്ച് ഡള്ളായി വരുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് നന്നായി അതിനേക്കാളും സ്പെസിഫിക്കേഷനിൽ ഫോൺ ഇറക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് സ്നാപ്ഡ്രാഗൺ 625 കുറച്ച് ബെറ്റർ വെർഷൻ 632 എന്ന് മാത്രമേ വരുന്നുള്ളൂ. വേൾഡിൽ ഫസ്റ്റ് ഇറങ്ങുന്ന ഫോണാണ് 632. പക്ഷേ 636 ആൾറെഡി ഉള്ള കാരണം ഇതിന് അത്ര ഡിമാൻഡ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോണർ 8Cനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് സെയിൽ തുടങ്ങട്ടെ. സെയിൽ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് അറിഞ്ഞിട്ട്
ഇതിൻ്റെ ഡിമാൻഡ് എത്രയുണ്ട്, അതിൻ്റെ റിവ്യൂ ഒക്കെ അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഹലോ ഗൈസ്, പെട്ടെന്ന് എടുത്തൊരു ടോപ്പിക്കാണ്. ഓൾറെഡി വീഡിയോ ഇട്ട് 2 ദിവസം കഴിഞ്ഞു. അപ്പം വീഡിയോ ഇടാണ്ട് ഇങ്ങനെ ഇനാക്റ്റീവ് ആവേണ്ടാവാൻ ഇട്ട വീഡിയോ ആണ്. ഇതിനൊക്കെ നല്ല നല്ല ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ വരും വരെ ബൈ.